എൻ്റെ പേര് പ്രണവ് കിഷോർ. ഞാൻ ലെറ്റൂർ ലൂമി സ്റ്റാർസിലെ ഒരു അംഗമാണ്. ലൂമി സ്റ്റാറിലെ ഓരോ വർക്കിലൂടെയും എനിക്ക് ഓരോ കാര്യങ്ങൾ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് മുമ്പ് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളേക്കാൾ എത്രയോ മടങ്ങ് വലുതാണ്. ഇതിൽ പ്രധാനമായ കാര്യം എനിക്ക് എല്ലാ കാര്യത്തിലും ശ്രദ്ധ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ പഠിത്തം, കളി, ബാക്കി വേണ്ട എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും എനിക്ക് ശ്രദ്ധ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ സെൽഫ് കോൺഫിഡൻസ് എനിക്ക് നന്നായി വർദ്ധിച്ചിട്ടുണ്ട്. മുമ്പൊക്കെ എനിക്ക് ഒരു സ്റ്റേജിൽ കയറാൻ അങ്ങനെയൊക്കെ ഭയങ്കര പേടിയായിരുന്നു. പിന്നെ ആൾക്കാരോട് മിണ്ടാൻ സംസാരിക്കാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ അങ്ങനത്തെ ഒരു പേടിയേ ഇല്ല. കാരണം എല്ലാവരോടും എനിക്ക് മിണ്ടാൻ സാധിക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങളും എനിക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. എനിക്കിപ്പോൾ ഒരു കുഴപ്പവുമില്ല. സെൽഫ് കോൺഫിഡൻസിലൊന്നും എനിക്കൊരു കുറവുമില്ല. എനിക്ക് ലെറ്റൂർ ലൂമി സ്റ്റാർസിലെ എല്ലാ വർക്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടം ടു ഡു ലിസ്റ്റ് തന്നെയാണ്. കാരണം എനിക്ക് മുമ്പ് എൻ്റെ ജീവിതത്തിൽ ഒരു ടൈം ടേബിൾ ഉണ്ടായില്ല, കൃത്യമായ ഒരു ടൈം ടേബിളും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ടു ഡു ലിസ്റ്റ് ചെയ്യാൻ തുടങ്ങിയതിലൂടെ എനിക്ക് എൻ്റെ ജീവിതത്തിലൊരു ചിട്ടവട്ടങ്ങൾ വന്നിട്ടുണ്ട്. എനിക്ക് 2 ടു ഡു ലിസ്റ്റാണുള്ളത്. സ്കൂളിൽ ടു ഡു ലിസ്റ്റ് ഉണ്ട്, പിന്നെ വീട്ടിലുമുണ്ട്. വീട്ടിൽ ടു ഡു ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഞാൻ എഴുതി വെക്കുന്നതല്ല, എൻ്റെ മനസ്സിലുള്ളതാണ്. എൻ്റെ ഓരോ ദിവസം ഞാൻ ഓരോ കാര്യവും എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം, ഇതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അത് ഓർമ്മയുണ്ടെന്ന് പറഞ്ഞാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനൊന്നുമില്ല. എൻ്റെ ടൈം ടേബിൾ എപ്പോഴും അതാണ്. അതുപോലെ എനിക്ക് എല്ലാത്തിലും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ 4 മണിക്ക് കളിക്കാൻ പോയാൽ 6 മണിയാകുമ്പോൾ എത്തണം. ഈ കാര്യം ഞാൻ അതേപോലെ പാലിക്കുന്നുണ്ട്. അതേപോലെ എനിക്ക് സമയം ചിലവാകാറുമില്ല. പക്ഷെ എനിക്ക് സമയം ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ സ്കൂളിലെ ടു ഡു ലിസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ പീരീഡും എന്തൊക്കെയാണ് എടുക്കുന്നത്, ഏത് പീരീഡാണ്, അതിലെന്തൊക്കെയാണ് എടുക്കുന്നത്, അതിൽ ഇമ്പോർട്ടൻ്റ് ആയ പോയിൻറ്റ്സ് എന്താണ്, പിന്നെ ഹോംവർക്ക് എന്താണ്, ഇതൊക്കെ ഞാൻ കൃത്യമായി എഴുതി വെക്കും. അതുകൊണ്ട് എനിക്ക് വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ എഴുതി വെച്ച ആ ഒരു ബുക്ക് നോക്കിയാൽ മതി. എന്തൊക്കെ ഇന്ന് എടുത്തു, എന്തൊക്കെയാണ് ഹോംവർക്ക്, ഏതൊക്കെയാണ് ഇന്നത്തെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്, എന്തെങ്കിലും പരീക്ഷയൊക്കെ ഉണ്ടോ, അതൊക്കെ എനിക്കതിൽ നോക്കിയാൽ മനസ്സിലാവും. അതുകൊണ്ട് എനിക്ക് എന്തായാലും അടുത്ത ദിവസം എൻ്റെ ഹോംവർക്ക് മിസ്സായി ടീച്ചറോട് അങ്ങനെ ഞാൻ ഹോംവർക്ക് എഴുതിയില്ല, ടീച്ചർ മറന്നുപോയി, അങ്ങനെയൊന്നും പറയേണ്ട ഒരാവശ്യം ഉണ്ടാവാറില്ല എനിക്കിപ്പോൾ. എനിക്കെല്ലാവരും കൃത്യമായി ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ആദ്യം എനിക്ക് ലൂമി സ്റ്റാറിൽ ഒരു വർക്കും എനിക്ക് ചെയ്യാൻ ഒരു താല്പര്യവും ഉണ്ടായിട്ടില്ല. സത്യം പറയാം, എനിക്ക് ഒരു താല്പര്യവും ഉണ്ടായിട്ടില്ല. ഫസ്റ്റ് എനിക്ക് ഭയങ്കര മടുപ്പായിരുന്നു ഇതൊക്കെ ചെയ്യാൻ. പക്ഷെ പിന്നെ എനിക്ക് ചെയ്ത് അതിൻ്റെ ഉപയോഗങ്ങൾ എനിക്ക് അനുഭവിച്ചറിയാൻ തുടങ്ങി ഞാൻ. അതുപോലെ എനിക്കിപ്പോൾ അതിപ്പോൾ ഒരു അഡിക്ഷൻ പോലെയായി മാറിയിരിക്കുകയാണ്. ഇത് ചെയ്താലാണ് എൻ്റെ ജീവിതം ഇനി മുന്നോട്ട് പോകുക, അതെനിക്ക് ഉറപ്പാണ്. കാരണം അത്രയ്ക്കും ഡെഡിക്കേഷനോടെയാണ് എല്ലാം നമ്മളോട് സുധാമ പറഞ്ഞതെല്ലാം അത്രയും ഡെഡിക്കേഷനോടെയാണ് എല്ലാം കുറേ വട്ടം ആലോചിച്ച് തന്നെയാണ് പറഞ്ഞു വരുന്നത്. അതിന് എനിക്കൊരു ഡൗട്ടുമില്ല. പിന്നെ ഞാൻ ഓരോ പീരീഡ് കഴിയുമ്പോഴും എൻ്റെ അധ്യാപകരെ ബ്ലെസ് ചെയ്യാറുണ്ട്. എന്നെ ഇപ്പോൾ മാർക്ക് കുറഞ്ഞാലും കൂടുതൽ എന്തായാലും, എന്നെ ചീത്ത പറഞ്ഞാലും തല്ലിയാലും എന്തൊക്കെ ആയാലും ഞാൻ അവർ ബ്ലെസ് ചെയ്യാറുണ്ട്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, എനിക്ക് എഡ്യൂക്കേഷനിൽ ഫോക്കസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ എനിക്ക് എല്ലാ സബ്ജക്റ്റും ഈസി ആയിരുന്നു, വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷെ എനിക്ക് മാത്സ് കുറച്ച് ടഫായിരുന്നു. എല്ലാ പരീക്ഷയും എല്ലാം ഈസി തന്നെയായിരുന്നു, പക്ഷേ എല്ലാത്തിനെക്കാട്ടിലും ഒരു പൊട്ട് മാത്സ് ടഫായിരുന്നു. എനിക്ക് എങ്ങനെ മാറ്റണമെന്ന് ഒരു ഇതുണ്ടായിട്ടില്ല. പക്ഷേ ഈ ലൂമി സ്റ്റാർ ഗ്രൂപ്പിൽ സുധാമ അതിന് കറക്റ്റായ വേ പറഞ്ഞു, ഞാൻ അത് പാലിച്ചു വെച്ച് ഇപ്പോൾ എനിക്ക് മാത്സ് ചെയ്യാൻ പറ്റുന്നത്, നന്നായി ചെയ്യാൻ പറ്റുന്നത് എനിക്ക് അതിന് താങ്ക് യു സുധാമ. എനിക്ക് ഭയങ്കര നന്ദിയാണ് ഈ മാത്സ് ചെയ്യുന്നത്. ഞാൻ ഫസ്റ്റ് ആയിട്ട് എനിക്ക് മാത്സ് എന്തായാലും പഠിക്കാൻ പറ്റില്ല, ജീവിതകാലം മുഴുവൻ പഠിക്കാൻ പറ്റില്ല തന്നെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എനിക്കിപ്പോൾ ആ ചിന്തയൊക്കെ മാറി. എനിക്കിപ്പോൾ മാത്സ് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, എല്ലാത്തിലും പറ്റില്ല, എല്ലാ സബ്ജക്റ്റും എനിക്ക് പറ്റില്ല. എനിക്ക് എല്ലാത്തിലും നല്ലൊരു ഇത് വന്നിട്ടുണ്ട്. കാരണം പറയാനുള്ള എനിക്ക് താങ്ക് യു സുധാമ, താങ്ക് യു ലൂമി സ്റ്റാർസ്, അത്ര തന്നെ. താങ്ക് യു.